ദൈവാലയത്തിൽ സ്ഥാപിക്കാൻ കൊണ്ടുവന്ന പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം ഏതാണ്ട് 10 മിനിറ്റോളം കണ്ണു തുറന്ന് തിരുസ്വരൂപത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നവരെ നോക്കുകയും ആ വർഷത്തെ മഞ്ഞുകാലത്തിനു വേണ്ടി അവർ കാത്തിരുന്നു. പക്ഷെ പ്രകൃതി ചതിച്ചു. അതുകൊണ്ട് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു. പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ്യം യാചിച്ച് പ്രാർത്ഥിച്ചു. ഇതാ അവർ വലിയൊരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാൻ. മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകി വരുന്ന വെള്ളത്തോടൊപ്പം വലിയ വലിയ മഞ്ഞ് കട്ടകൾ ഒഴുകി വരികയും അങ്ങനെ ഈ ദൈവാലയ നിർമ്മാണത്തിന്റെ മുന്നിൽ വന്ന് ഈ കട്ടകൾ ഇങ്ങനെ അടിഞ്ഞുകൂടുകയും ഒരു പാലം നിർമ്മിക്കപ്പെടുകയുണ്ടായി. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ അത്ഭുതകരമായ പാലം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സ്വർഗത്തിലായിരുന്ന വചനത്തെ മാംസമാക്കി ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ദൈവം ചാരിവെച്ച ഒരു കോവണി, അത് പരിശുദ്ധ അമ്മയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞാൻ ഇടപെടും. അത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമായിരിക്കും. ജീവിതത്തിൽ അവിടെയും ഇവിടെയും എത്താത്ത അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അമ്മ ഒരു പാലമായി ഇതിനിടയിൽ വന്ന് നിൽക്കുമെന്നതാണ് ഈ സുന്ദരമായ തീർത്ഥാടന കേന്ദ്രം നമുക്ക് നൽകുന്ന സുന്ദരമായൊരു സന്ദേശം.